ഫുഡ് കഴിക്കുമ്പോൾ ഈ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ? നിങ്ങൾക്ക് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഈ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ? ഓക്കെ, നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ടി വി കാണാറുണ്ടോ? ഫുഡ് കഴിക്കുമ്പോൾ ടി വി കാണുന്ന ബാഡ് ഹാബിറ്റാണ്. നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ട് ബാഡ് ഹാബിറ്റ് ഉണ്ടെന്നുണ്ട് എസ് ഡബിൾ ടാപ്പ് ലോക്ക് ചെയ്യുക, അല്ലെന്നുണ്ട് ഇല്ലെന്നുണ്ട് നോ ഡബിൾ ടാപ്പ് ലോക്ക് ചെയ്യുക. എനിക്ക് ബാഡ് ഹാബിറ്റ് ഉണ്ട്, ഞാൻ എസ് ഡബിൾ ടാപ്പ് ലോക്ക് ചെയ്ത് കമന്റ് ബോക്സിലും പറയണം നിങ്ങൾ ബാഡ് ഹാബിറ്റ് ആണോ ഗുഡ് ഹാബിറ്റ് ആണോ എന്ന്. ഓക്കെ, രണ്ടാമതെന്ന് പറയുമ്പോൾ നിങ്ങൾ മൊബൈൽ നോക്കിക്കൊണ്ട് ഫുഡ് കഴിക്കാറുണ്ടോ? ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ആ ബാഡ് ഹാബിറ്റ് ഉണ്ട്, എസ് ഡബിൾ ടാപ്പിലേക്ക് ലോക്കിയിരിക്കുകയാണ്. ഓക്കെ, മൂന്നാമത്തിലോട്ട് പോവാണ്. നിങ്ങൾ ചോറ് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ കുറേ വെള്ളം കുടിക്കാറുണ്ടോ? നമ്മൾ വെള്ളം കുടിച്ചുള്ള ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. വെള്ളം ചോറ് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞ് കുടിക്കാൻ മതി എന്നാണ് ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ അങ്ങനത്തെ എനിക്ക് ബാഡ് ഹാബിറ്റ് ഉണ്ട്, ഞാൻ എസ് ഡബിൾ ടാപ്പിലേക്ക് ലോക്കിയിരിക്കുകയാണ്. അപ്പോൾ നാലാമത്തിലോട്ട് പോകണം. നാലാമത്തെന്ന് പറയുമ്പോൾ നിങ്ങൾ ചോറ് കഴിച്ചിട്ട് ബാക്കി വെക്കാറുണ്ടോ? പ്ലേറ്റിൽ കുറേ ചോറും കുറേ സാധനങ്ങൾ കുറേ കറികളൊക്കെ ആയിട്ട് ബാക്കി വെക്കാറുണ്ടോ? ഞാനങ്ങനെ ബാക്കി വെക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ബാക്കി വെക്കുന്നത് നല്ല കാര്യമല്ല. കുറേ പേര് ഇപ്പം അങ്ങനെ ബാക്കി വെക്കാറില്ല. കുറേ പിള്ളേർ ഫുഡില്ലാതെ വിഷമിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കുറേ പേര് എനിക്ക് തോന്നുന്നു മണ്ണ് വെള്ളമൊക്കെ ഇങ്ങനെ തുള്ളി പോലെ കുടിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് കുറേ വെള്ളം കിട്ടിയിട്ടാണ് നമ്മൾ ഇത്ര അഹങ്കാരങ്ങളൊക്കെ കാണിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള അഹങ്കാരങ്ങൾ കാണിക്കുന്ന കുറേ ഫുഡ് വേസ്റ്റാക്കി. അപ്പോൾ എല്ലാവരും ഫുഡ് വേസ്റ്റാക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ അഞ്ചാമത്തിലോട്ട് പോകുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ വീഡിയോ പുതിയ ആൾക്കാരുടെ എത്തത്തുള്ള നിങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അഞ്ചാമത്തെന്ന് പറയുമ്പോൾ നിങ്ങൾ നിന്നുകൊണ്ട് ഫുഡ് കഴിക്കാറുണ്ടോ? ഇങ്ങനെ നിന്നുകൊണ്ട് ഫുഡ് കഴിക്കുന്നത് നല്ല കാര്യമല്ല. വീടുണ്ടായിട്ട് സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ഇരുന്ന് ഫുഡ് കഴിക്കുക. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒക്കെ നമുക്ക് സാഹചര്യം കൊണ്ട് നിന്ന് കഴിക്കാൻ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മൾ കിച്ചണും മറ്റേ ടേബിളും മറ്റേ ചെയറൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഇരുന്ന് കഴിക്കുന്നതാണ് ബെറ്റർ. അപ്പം എനിക്കങ്ങനെ ബാഡ് ഹാബിറ്റ് ഇല്ല. ഞാൻ എന്നോട് ഡബിൾ ടാപ്പിലേക്ക് നോക്കിയിരിക്കുകയാണ്. നിങ്ങൾ വേഗം ഫുഡ് കഴിക്കാറുണ്ടോ? പെട്ടെന്ന് പോകാൻ വേണ്ടി വേഗം ഫുഡ് കഴിച്ചാൽ ദഹിക്കത്തില്ല. പതുക്കെ നമ്മൾ ആസ്വദിച്ച് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചാൽ മാത്രമേ ദഹിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ വേഗം ഫുഡ് കഴിക്കാറില്ല. ഞാൻ ഡബിൾ ടാപ്പിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏഴാമത്തെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുമാതിരി ഇങ്ങനത്തെ പൊസിഷൻ, ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞിരിക്കുന്ന പൊസിഷൻസ് ഒക്കെ ഫുഡ് കഴിക്കാറുണ്ട്. അതിങ്ങനെ സെറ്റിൽ കിടന്നുണ്ട്, അല്ലെങ്കിൽ ബെഡിൽ ഇങ്ങനെ കിടന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരുന്നുണ്ട്, ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരുന്നുണ്ട് ഫുഡ് കഴിക്കാറുണ്ട്. നല്ലപോലെ ഇരുന്ന് സ്റ്റാൻഡ് സ്റ്റഡി ആയിട്ട് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക, ഇരുന്ന് കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുക. എനിക്ക് അങ്ങനത്തെ ബാഡ് ഹാബിറ്റ് ഉണ്ട്. ഞാൻ എസ് ഡബിൾ ടാപ്പിലേക്ക് ലോക്കിയിരിക്കുകയാണ്. ഞാൻ ഇത് കണ്ടോടെ ഞാൻ അത് മാറ്റും. നിങ്ങൾ മാറ്റം. നല്ല ബാഡ് ഹാബിറ്റ് നല്ല രീതിയിലുള്ള ഗുഡ് ഹാബിറ്റ് എല്ലാവരും കൊണ്ടുവരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.